السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد. اتقوا الله عباد الله. സുരാഹ അത് നിധികളായ ശബ്ദം ശ്രദ്ധിച്ച് കേൾക്കുന്ന ശ്രോതാക്കളെ, നമ്മയൊക്കെ ശ്രദ്ധിച്ച് സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഏകനും ആരാധനയ്ക്ക് അർഹനും സർവനാമ ഗുണവിശേഷങ്ങളുടെ ഉടമസ്ഥനുമായ പടച്ച തമ്പുരാൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ ഭാഗങ്ങളും സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ആദ്യമായി വസീയത്ത്. അങ്ങനെ സൂക്ഷിച്ച് ജീവിച്ച് നരകത്തിൽ പ്രവേശിക്കാതെ ജാന കൂടാതെ തന്നെ സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അതിനായി വിശുദ്ധ ഖുർആൻ പുസ്തകത്തോട് പഠിച്ചറിഞ്ഞുകൊണ്ട് അത് തഫ്സീറായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസും പഠിച്ചറിയുവാൻ അള്ളാഹു നമുക്കും തൗഫീഖുമാകട്ടെ. ആമീൻ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. മസലുൽ ലദീന ഹുമ്മിലുത് തൗറാത ثم ലം യഹ്മിലുഹാ കമസലിൽ ഹിമാരി യഹ്മിലു അസ്വാറാ ബിഇസ മസലുൽ ഖൗമിൽ ലദീന കദ്ദബൂ ബിആയാത്തില്ലാഹ് വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ളാലിമീൻ. സൂറത്ത് ജുമുഅ 5-ാമത്തെ ആയത്ത്. അല്ലാഹു തആല യഹൂദികളിൽപ്പെട്ട വേദഗ്രന്ഥം നൽകപ്പെട്ട തൗറാത്ത് നൽകപ്പെട്ട ആളുകളെ ഉപമ പറയുകയാണ്. നാം മനസ്സിലാക്കേണ്ടത്, അവർക്ക് അവിടെ ഉപമ എന്തിനാണ് നമുക്ക് പറഞ്ഞു തരുന്നത്? അവർ ചെയ്ത തെറ്റുകുറ്റങ്ങൾ നാം ആവർത്തിച്ചാൽ നാമും അവരെ പോലെ ആയിരിക്കും. അതുകൊണ്ട് അവരൊക്കെ മരിച്ചുപോയി. ഇപ്പോൾ ജീവിച്ചിരിക്കുന്നവർ നമ്മളാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിൻഗാമികളാണ്, വിശുദ്ധ ഖുർആന്റെ അനുയായികളാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അല്ലാഹു തആല ഉത്ബോധനമായി അവതരിപ്പിക്കപ്പെട്ട പരിശുദ്ധ ഖുർആൻ അർത്ഥത്തോടുകൂടി നമ്മൾ വായിച്ച് പഠിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകൾ, അത് തഫ്സീറായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകൾ പഠിച്ചറിഞ്ഞുകൊണ്ട് നബിച്ചര്യ പിൻപറ്റി ജീവിച്ചിട്ടില്ല എങ്കിൽ നാമും ആ യഹൂദികളെ പോലെ ആയിത്തീരും. അതുകൊണ്ട് ആണ് അല്ലാഹു തആല നമുക്ക് ഉദാഹരണം പറഞ്ഞു തരുന്നത്. അപ്പം അവരെപ്പോഴുള്ള ഉദാഹരണത്തിലേക്ക് നമ്മൾ എന്ത് ചെയ്യാൻ ആവാൻ പാടില്ല. അവർക്ക് പറ്റിയ അബദ്ധം എന്താണ്? അതാണ് അല്ലാഹു തആല ഈ ആയത്തിലൂടെ വിശദീകരിക്കുന്നത്. മസലുല്ലദീന ഹുമ്മിൽ തൗറാത്ത, തൗറാത്ത് നൽകപ്പെട്ടവരുടെ ഉപമ. സുമ്മ ലം യഹ്മിലുഹാ, പിന്നീട് അവരെന്ത് ചെയ്തില്ല, അത് വഹിച്ചില്ല, അത് ആ ചുമതല ഏറ്റെടുത്ത് നിർവഹിച്ചില്ല. മസല് ഉപമ. അല്ലദീന യാതൊരു കൂട്ടർ ഹുമ്മിലു, അത് വഹിക്കപ്പെട്ടു, അല്ലെങ്കിൽ ചുമതല ഏൽപ്പിക്കപ്പെട്ടു. ആ തൗറാത്ത് നൽകപ്പെടുകയും എന്നിട്ടോ ആ തൗറാത്ത് അനുസരിച്ച് എങ്ങനെയാണ് ജീവൻ ചിട്ടപ്പെടുത്തേണ്ടത് എന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ പ്രവാചകനെ അയച്ചു കൊടുക്കുകയും ചെയ്തു. മൂസാ നബി അലൈഹിസ്സലാമിനെ പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. എന്നാൽ എന്ത് ചെയ്തില്ല, കുറച്ചാളുകൾ മാത്രമാണ് അത് സ്വീകരിച്ചുകൊണ്ട് മൂസാ നബി അലൈഹിസ്സലാമിനെ പിൻപറ്റി ജീവിക്കാൻ തയ്യാറായത്. അധികം ആളുകളും അത് പഠിച്ചറിയാനോ മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ ചര്യകൾ പിൻപറ്റാനോ തയ്യാറായില്ല. അപ്പോൾ അവരെ ആ തയ്യാറാവാത്തുള്ള ഉപമയാണ് നാം പറഞ്ഞു തരുന്നത്. സുമ്മ ലം യഹ്മിലുഹാ, പിന്നീട് അവർ എന്ത് ചെയ്തില്ല, അത് വഹിച്ചില്ല എന്ന് പറഞ്ഞാൽ നിർവഹിച്ചില്ല, ആ ചുമതല ഏറ്റെടുത്ത് അത് ജീവിതത്തിൽ പ്രാപ്തമാക്കിയില്ല എന്ന് പറഞ്ഞാൽ തൗറാത്ത് പഠിച്ചറിഞ്ഞുകൊണ്ട് അതിൻ്റെ വിധിവിലക്ക് അനുസരിച്ച് പ്രവാചകനായ മൂസാ നബി ഇസ്ലാമിനെ പിൻപറ്റി ജീവിച്ചില്ല. അവരുടെ ഉപമ അതവർ നിലം വെൽമിച്ചില്ല. അത് അർത്ഥത്തോട് വായിച്ച് പഠിച്ച് പ്രവാചകരെ അനുസരിച്ച് ജീവിതം എങ്ങനെ ചിട്ടപ്പെടുത്തേണ്ടത് എന്നെന്ത് ചെയ്തില്ല, അവർ പഠിച്ചില്ല. ആ ചുമതല ഏൽപ്പിക്കപ്പെട്ടവരാണ് അവർ. അങ്ങനെ ചെയ്യേണ്ടത്, അതാണ് ഒരു ചുമതല. അതിനാണ് പ്രവാചകനെ അയച്ചിട്ടുള്ളത്. തൗറാത്ത് പഠിച്ചറിഞ്ഞ് പ്രവാചകനെ പിൻപറ്റി ജീവിക്കാൻ വേണ്ടിയാണ് അല്ലാഹു തആല തൗറാത്ത് അവതരിപ്പിച്ചതും മൂസാ നബി അലൈഹി സ്വലാമിനെ അവതരിപ്പിച്ചതും. എന്നാൽ എന്ത് ചെയ്തില്ല, അവരെന്ത് ചെയ്തില്ല,
പിന്നീട് അത് നിർവഹിച്ചില്ല. അവർ പഴയ കോലിൽ തന്നെ തോന്നിവാസികളായി ജീവിച്ചു. അതാണ് അവർ ഉപമ അറിയണേ. അവരെ ഉപമ എങ്ങനെ പറഞ്ഞത്? സുമ്മലം യഹ്മിലുഹ, അവർ എന്ത് ചെയ്ത ചുമതല ഏറ്റെടുത്ത് പ്രവർത്തിച്ചില്ല. കമഥലി ഹിമാരി യഹ്മിലു അസ്വാറ, ഒരു കഴുതയെ പോലെയാണ് ഹിമാർ. കഴുതകൾ പോലെയാണ് അവർ. ഹിമാർ കഴുതകൾ പോലെയാണ്. യഹ്മിലു അസ്വാറ, ഗ്രന്ഥങ്ങൾ ചുമക്കുന്ന കഴുതയെ പോലെ അല്ലെങ്കിൽ കഴുതകളെ പോലെ ആവുന്നു അവർ. എന്ന് പറഞ്ഞാൽ ഗ്രന്ഥങ്ങൾ, വൻ ഗ്രന്ഥങ്ങൾ കഴുതയുടെ പുറത്ത് വെച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ കഴുതക്ക് അറിയില്ല എന്താണ് ഈ ഗ്രന്ഥത്തിലുള്ളത്. ആ കഴുതനങ്ങ് തെളിച്ചു പോകുമ്പോൾ അതിങ്ങനെ പുറത്ത് വെച്ചിങ്ങനെ പൊയ്ക്കോളും എന്നല്ലാതെ ആ ഗ്രന്ഥത്തിൽ എന്താണുള്ളത് എന്ന് കഴുതയ്ക്ക് അറിയില്ല. എന്ന പോലെ ആയിരുന്നു തൗറാത്ത് നൽകപ്പെട്ടവരുടെ 1,00,000 ആളുടെ ഉപമ എന്ന് പറഞ്ഞാൽ ആ തൗറാത്ത് പഠിച്ചറിയാനോ അത് പ്രകാരം അവരുടെ പ്രവാചകനായ മൂസാ അലൈഹി ഇസ്ലാമിൻ്റെ പിൻപറ്റി ജീവിക്കാനോ അവർ തയ്യാറായില്ല. അപ്പം അതുകൊണ്ട് അവർ ഉപമ ഗ്രന്ഥം ചുമക്കുന്ന കഴുത പോലെയാണ് എന്നാണ് അള്ളാഹു തആല പറഞ്ഞത്. ബീസ മഫ്ലു ഖൗമില്ലദീന കദബു ആയാത്തില്ല, അള്ളാഹുവിൻ്റെ ആയത്തുകളെ കളവാക്കിയവരുടെ ഉപമ എത്രയോ ചീത്ത. അല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ളാലിമീൻ, അള്ളാഹു തആല ഒരിക്കലും അക്രമികളെ സന്മാർഗിതരാക്കുകയില്ല എന്ന് പറഞ്ഞാണ് ഈ ആയത്ത് അവസാനിപ്പിക്കുന്നത്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് വിശുദ്ധ ഖുർആൻ നമുക്ക് നൽകപ്പെട്ടിട്ടുണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ജീവിതം അനുസരിച്ച് 1,00,000 ആളുകളും നമ്മളൊക്കെ തന്നെ പാരായണം ചെയ്യാൻ പഠിക്കുന്നു. അതിൻ്റെ അർത്ഥം ഉൾക്കൊണ്ട് പഠിക്കുന്നവർ വളരെ കുറവാണ്. അത് പണ്ഡിതന്മാർ മുസ്ലിയാക്കന്മാർ അവരെ നമ്മൾ ഏൽപ്പിച്ചു. എന്നിട്ട് നമ്മളെന്ത് ചെയ്തു, നമ്മൾ ആ പണ്ഡിതന്മാരിങ്ങനെ പറയുന്നു അനുസരിച്ച് ജീവിക്കാൻ തുടങ്ങി. ഖുർആൻ എന്ത് ചെയ്തു, നമ്മൾ ശരിക്കും ജീവിതം അനുസരിച്ച് വായിക്കാനും പഠിക്കാനും മനസ്സിലാക്കി. എന്നല്ലാതെ അതിൻ്റെ അർത്ഥം എന്താണെന്ന് പഠിക്കുവാനും അത് തഫ്സീറായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകൾ എന്താണെന്നും മനസ്സിലാക്കുവാൻ നമ്മൾ തയ്യാറായില്ല. എന്നിട്ടോ നമ്മൾ അത് പഠിച്ചറിഞ്ഞ ആളുകളുണ്ട്, പണ്ഡിത പുരോഹിതന്മാർ. അവർക്ക് എല്ലാ പണ്ഡിത പുരോഹിതന്മാരും പരലോകത്തെ ഭയപ്പെടുന്നവരല്ല. ധാരാളം പണ്ഡിത പുരോഹിതന്മാർ എന്ത് ചെയ്യുന്നു, ജനങ്ങളുടെ സമ്പത്തുകൾ അന്യായമായി തിന്നുകയും യഥാർത്ഥ മാർഗത്തിൽ തെറ്റിച്ച് കളയുകയും ചെയ്യുന്നു എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഇന്ന കസീറൻ മിനൽ അഹ്ബാരി റുഹ്ബാൻ ലയക്കുലൂന അംവാലൻ നാസി ബിൽ ബാത്തിൽ. ആ ധാരാളം പണ്ഡിത പുരോഹിതന്മാർ ജനങ്ങളുടെ സമ്പത്തുകൾ അന്യായമായി തിന്നുകയും വയസ്സുദ്ദീൻ സബീലില്ല അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് തെറ്റിച്ച് കളയുകയും ചെയ്യുന്നു. അങ്ങനെ ധാരാളം പണ്ഡിതന്മാർ നമ്മളെ ഉണ്ട്. പഴയ കാലത്തുണ്ടായിരുന്നു, എന്ത് ചെയ്യുന്നു, ഇക്കാലത്തും അത് യഹൂദികളെ കാലഘട്ടത്തിൽ, അതേപോലെ തന്നെ ക്രിസ്ത്യാനികളുടെ കാലഘട്ടത്തിൽ, ഇസ്ലാമിൻ്റെ കാലഘട്ടത്തിലൊക്കെ അങ്ങനെ പണ്ഡിതന്മാരുണ്ടായിരുന്നു. അവരുടെ പ്രധാനപ്പെട്ട പണ്ഡിതന്മാർ അന്ന് ചെയ്തിരുന്നത് ജനങ്ങളുടെ സമ്പത്തുകൾ അന്യായമായി തിന്നുക, എന്നിട്ടോ യഥാർത്ഥം തിരിച്ചു കളയുക. അതിനെന്താ ചെയ്തിരുന്നു, നിയമനിർമ്മാണം നടത്തിയിരുന്നു. അവരുടെ വേദഗ്രന്ഥത്തിൽ ഉണ്ടായിരുന്ന പല കാര്യങ്ങളും വെട്ടിച്ചുരുക്കുകയും കൂട്ടിച്ചേർത്തും മറ്റ് നിയമങ്ങൾ ഹറാമായ കാര്യങ്ങൾ ഹലാലാക്കിയും ഹലാലായ കാര്യങ്ങൾ ഹറാമാക്കിയും ഫത്വകൾ ഇറക്കിക്കൊണ്ട് പണ്ഡിത പുരോഹിതന്മാരെ എന്ത് ചെയ്തിരുന്നു, ജനങ്ങളെ, സാധാരണ ജനങ്ങളെ ഫത്വകൾ നൽകി യഥാർത്ഥ മാർഗം തെറ്റിച്ച് ചെയ്തിരുന്നു. അങ്ങനെയുള്ള ഒരു പണ്ഡിതന്മാരുടെ കൂട്ടത്തിലാണ് ഇവിടെ നമ്മളും ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. എന്തിനാണ് ആ ചരിത്രം അല്ലാഹു നമുക്ക് പറഞ്ഞു തന്നത്? മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലും അത്തരം ആളുകൾ പണ്ഡിത പുരോഹിതന്മാരുണ്ടാകും, അത് സൂക്ഷിക്കണം എന്നാണ്. അത്തരത്തിലുള്ള ഒരു പണ്ഡിത പുരോഹിതന്മാരുടെ കൂട്ടത്തിലാണ് നമ്മളുള്ളത്. ഇവിടെ ഐക്യസംഘം ഉണ്ടാക്കി 921 എല്ലാ പണ്ഡിതന്മാരും കൂടിയിട്ട്, അന്ന് കാലത്ത് ജീവിച്ചിരുന്നവരൊക്കെ തന്നെ കൂടിയിട്ടാണ് ഐക്യസംഘം ഉണ്ടാക്കിയത്. അങ്ങനെ 924 ജംഇയ്യത്തുൽ ഉലമ, കേരള ജംഇയ്യത്തുൽ ഉലമ രജിസ്റ്റർ ചെയ്തു 2-3 വർഷത്തിന് ശേഷം. അപ്പോൾ എല്ലാ പണ്ഡിതന്മാരും ആ സംഘടനയിൽ അംഗങ്ങളായിരുന്നു. അങ്ങനെ ആ രജിസ്റ്റർ ചെയ്യുമ്പോൾ ഒരു പ്രമേയം ഉണ്ടാക്കി. എന്തായിരുന്നു? അള്ളാഹുവിൻ്റെ പ്രമേയം. അത് പരിശുദ്ധ ഖുർആനും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരങ്ങളും അനുസരിച്ച് ജനങ്ങളെ പ്രബോധനം ചെയ്യാനുള്ള സംഘടന, മതസംഘടന എന്നുള്ള നിലക്കാണ് അവരെന്ത് ചെയ്ത്, അവർ പ്രമേയം പാസ്സാക്കി അത് രജിസ്റ്റർ ചെയ്തത്. ഖുർആനും ഹദീസും അനുസരിച്ച് ജീവിക്കാം എന്നുള്ള നിലക്ക്.
ആ പ്രമേയം അനുസരിച്ച് ജീവിക്കേണ്ടി വന്നപ്പോൾ അന്നത്തെ പ്രബോധനം ചെയ്തപ്പോൾ അത് നടപ്പിലാക്കാൻ തുടങ്ങിയപ്പോൾ കുറേ പണ്ഡിതന്മാർ അതിന് ഇറങ്ങിപ്പോയി. ഏകദേശം 926 തോന്നുന്നുണ്ട്. കുറേ പണ്ഡിതന്മാർ ഇറങ്ങിപ്പോയിട്ട് മറ്റു സംഘടന രൂപീകരിക്കുകയുണ്ടായി. സമസ്ത കേരള ജമഅത്ത് ഉലമ എന്ന്. കേരള ജമഅത്ത് ഉലമയാണ് ആദ്യം ഉണ്ടാക്കിയ സംഘടന. രണ്ടാമതായി ഇതിന് ഇറങ്ങിപ്പോയി ഭൂരിപക്ഷം പണ്ഡിതന്മാർ ഇറങ്ങിപ്പോയിട്ട് സമസ്ത കേരള ജമഅത്ത് ഉലമ എന്ന ഒരു സംഘടന രൂപീകരിക്കുകയും അങ്ങനെ അവർ പ്രമേയം എഴുതി ഉണ്ടാക്കുകയും ചെയ്തു. അവരുടെ പ്രമേയം കേരളത്തിൽ മുസ്ലിങ്ങൾ അനേകം വർഷമായി ചെയ്തു വരുന്നതും ഇപ്പോൾ ചെയ്തു വരുന്നതുമായ താഴെ പറയുന്ന കാര്യങ്ങൾ മതാനുഷ്ഠാനങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് 31 കാര്യങ്ങൾ അവർ എഴുതിയുണ്ടാക്കി. അത് ശിർക്കാണെന്നോ ബിദ്അത്താണെന്നോ പറയുന്നവർ സുന്നികളല്ല, അവർ ഇമാമത്തിനും പറ്റുകയില്ല, ഖാസി സ്ഥാനത്തിനും പറ്റുകയില്ല എന്ന് പറയുന്നത് ചെയ്തു അവർ യോഗത്തിൽ തീരുമാനിക്കുകയുണ്ടായത്. ഖുർആൻ ഹദീസോ യാതൊരു തെളിവുകളും അവരെന്ത് ചെയ്തില്ല അവിടെ ഹാജരാക്കാതെ സ്വന്തമായി നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ കമ്മിറ്റിയിൽ മീറ്റിംഗ് എന്തെങ്കിലും കാര്യങ്ങൾ എവിടെയാണ് സമ്മേളനം നടത്തേണ്ടത് എന്ന് തുടങ്ങണം എന്നീ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ എന്തെങ്കിലും ഒരു മീറ്റിംഗ് കൂടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ചില കാര്യങ്ങൾ എഴുതി ഉണ്ടാക്കും. നമ്മൾ അല്ലെങ്കിൽ പള്ളി പ്രവർത്തനത്തിന് നമ്മൾ എന്ത് ചെയ്തു എഴുതി ഉണ്ടാക്കും, നമുക്ക് അങ്ങനെ ചെയ്യാം, അങ്ങനെ ചെയ്യാം, അങ്ങനെ ചെയ്യാം, ഇങ്ങനെ ചെയ്യുന്നൊക്കെ എന്ന മാതിരി. അപ്പം ഖുർആൻ ഹദീസോ അതെന്തല്ല തെളിവ് ഉദ്ധരിച്ചുകൊണ്ടല്ലല്ലോ നമ്മൾ പള്ളി ഉണ്ടാക്കുന്നു, നമ്മളെന്തല്ലോ നമ്മളെ കമ്മിറ്റി കാര്യങ്ങൾ നിർവഹിക്കപ്പെടുന്നൊക്കെ തന്നെ. എന്ന പോലെ തന്നെ എന്ത് ചെയ്തു അതെന്ത് ആവാം, നമ്മുടെ ഭൗതികമായ കാര്യങ്ങൾ നമുക്കാവാം, നമ്മുടെ കാര്യങ്ങളൊക്കെ എങ്ങനെ വേണം, എന്ത് വേണം, എവിടെ സമ്മേളനം നടത്തണം എന്നൊക്കെ നമുക്കങ്ങനെ ആവാം. അത് പക്ഷേ എന്തല്ല ദീനിൻ്റെ കാര്യം നമുക്കെന്തല്ല ഒരു നോക്കുപോക്കുകൾ വരുത്താൻ പാടുള്ളതല്ല. കേരളത്തിൽ മുസ്ലിങ്ങൾ അനേകം വർഷം ചെയ്ത് പോകുന്നത് എന്ന് പറഞ്ഞിട്ട് ഒന്നാമത്തെ അവർ എഴുതിയത് എന്താണ്, മരിച്ചുപോയ മഹാത്മാവ് സഹായം ചോദിക്കുക, അതേപോലെ തന്നെ ഇസ്തിഹാസ തവസ്സുല്, അതേ മൗലൂദ് റാത്തി വഹദാദ് ഉദ്വൈത്ത് മരിച്ചെടുത്ത് ഓതുക, അതേ കുയിക്കപ്പര വെച്ച് കേട്ട, അതേപോലെ തന്നെ മരിച്ച വീട്ടിൽ മൗലൂദ് നടത്തുക, പാരായണം ചെയ്യുക, 3-ന് 7-ന് 40-ന് ആണ്ട് ഇതൊക്കെ കഴിക്കുക, പിന്നെ മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ ദിക്റ് ചൊല്ലുക. അങ്ങനെ അള്ളീം എന്ന റസൂൽ പഠിപ്പിച്ചരാ സംസ്കാരിച്ചിരുന്ന് കഴിഞ്ഞതിന് ശേഷം ഇമാമിന് തിരിഞ്ഞിരുന്ന് ദുആ ചെയ്യുക, മോമിങ്ങൾ ആമീൻ പറയുക, ഇങ്ങനെ കുറേ സമ്പ്രദായങ്ങൾ എന്ത് ചെയ്തു, ധാരാളം സമ്പ്രദായങ്ങൾ പൂർവികന്മാരായ ആളുകൾ ചെയ്തു പോകുന്നു എന്നുള്ളത് അടിസ്ഥാനത്തിൽ മാത്രം. അള്ളീം റസൂലും പഠിപ്പിച്ചു ഇന്ന് അടിസ്ഥാനത്തിലല്ല. നമുക്ക് 2 പ്രമേയമാണുള്ളത്. ഇത് ഐക്യസംഘം ഖുർആനും ഹദീസും അനുസരിച്ച് ജനങ്ങളെ പഠിപ്പിക്കുക എന്നുള്ളതായിരുന്നു. അതിന് എതിരായി 31ഓളം അനാചാരങ്ങൾ എഴുതിണ്ടാക്കിയിട്ട് അത് മതാനുഷ്ഠാനങ്ങളാണ് എന്നെന്ത് ചെയ്യുന്നു ആ സഭയിൽ വെച്ച് പാസ്സാക്കുകയുണ്ടായത്. ക്രിസ്ത്യാനികൾ പാസ്സാക്കുന്ന പോലെ തന്നെ ഖുർആനോ ഹദീസോ തെളിവും പറയാതെ അവരെന്ത് ചെയ്തു, അങ്ങനെ പ്രമേയം എഴുതി പാസ്സാക്കി. ആ പ്രമേയത്തിന് പിന്നിലാണ് ഇപ്പോൾ അവൾ ഉള്ളത്. അതാണ് ഇപ്പം എന്ത് ചെയ്യുന്നതുകൊണ്ട് അവർ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. അത് 3 സമ്മേളനങ്ങൾ എന്ത് ചെയ്തു, അവർ അത് ആവർത്തിച്ച് എതിരില്ലാതെ പാസ്സാക്കിയെടുത്തു എന്നുള്ളതാണ്. അത് അവരുടെ സോവനീറിൻ്റെ പേജുകളിൽ നമുക്ക് കാണാം. അതേപോലെ തന്നെ അവരുടെ മാതൃഭൂമി പത്രത്തിൽ റിപ്പോർട്ട് ചെയ്തിരുന്നു. അതും നമുക്ക് തെളിവായി നമുക്ക് നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ ഇതൊക്കെ വെറുതെ പറയുകയാണ് എന്നാരെങ്കിലും തെറ്റിദ്ധരിച്ച് പോകരുത്. അവിടെ എന്താ അപകടമെങ്കിൽ അവരിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് മരിച്ചുപോയ മഹാത്മാക്കളോട് സഹായപ്രവർത്തന, വഫാത്തായ പ്രവാചകരോട് പാപം നേടൽ പോലുള്ള ശിർക്കും ബിദ്അത്തുമായ കാര്യങ്ങൾ തെളിയിക്കുവാനായി ഖുർആനിൽ ആയത്തോതുക, അത് നിർവഹിക്കാൻ വരുത്തുക ചെയ്യുക. ഇതാണ് അതായത് ആ പ്രമേയത്തിനനുസരിച്ച് ഖുർആനിനെ ദുർവ്യാഖ്യാനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ അങ്ങനെയല്ലല്ലോ വേണ്ടത്. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിനെ നമ്മളെന്ത് ചെയ്യണം, തെറ്റോ ശരിയോ എന്ന് പരിശോധിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചര്യ കൊണ്ടാണ് പരിശോധിക്കേണ്ടത്. കാരണം പരിശുദ്ധ ഖുർആൻ നമുക്ക് വിശ്വസിക്കുവാനുള്ളതാണ്, അത് കർമ്മങ്ങൾക്ക് വേണ്ടിയല്ല. ആ പരിശുദ്ധ ഖുർആൻ അനുസരിച്ച് എങ്ങനെയാണ് കർമ്മങ്ങൾ ചെയ്യേണ്ടത് എന്ന് പഠിപ്പിച്ചു തരാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു തആല നിയോഗിച്ചിട്ടുള്ളത്. ഇന്ന അർസൽനാക ഷാഹിദ, നിശ്ചയമായ താങ്കളെ നാം അയച്ചിട്ടുള്ളത് മാതൃകാ സാക്ഷിയും കൊണ്ടാണ്. അപ്പോൾ ഒമാ അർസൽന, ഒരൊറ്റ പ്രവാചകനെ അയച്ചില്ല ഇല്ല ബിദിനില്ല,
അള്ളാഹുവിൻ്റെ ആജ്ഞപ്രകാരം അനുസരിക്കപ്പെടുവാൻ വേണ്ടിയല്ലാതെ. പ്രവാചകന്മാരൊക്കെ അയച്ചിട്ടുള്ള എന്താണ്? അവരനുസരിക്കപ്പെടുവാൻ വേണ്ടിയാവുന്നു. അതിനു വേണ്ടി അല്ലാതെ പ്രവാചകന്മാർ അയച്ചിട്ടില്ല. അപ്പം ഖുർആൻ നമുക്കെന്തല്ല, ഒരായത്തോതി മരിച്ചുപോയ മഹാത്മാക്കളോട് സഹായം ചോദിക്കാൻ, അല്ലെങ്കിൽ ജിന്നുകളോട് സഹായം ചോദിക്കാൻ ഖുർആൻ ആയത്തോതി കൊണ്ട് എന്തല്ല. അതേപോലെ ഏതും കാര്യത്തിന് ഖുർആൻ ആയത്തോതി കൊണ്ട് നമുക്ക് തെളിവ് പറയാൻ പാടുള്ളതല്ല. ആ ഖുർആൻ ആയത്ത് മുഴുവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കാണല്ലോ അവതരിപ്പിച്ചത്. ആ ഖുർആൻ ആയത്തുകളനുസരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബിമാർക്ക് മരിച്ചുപോയ മഹാത്മാക്കളോട് സഹായം ചോദിക്കാനോ ഒഫാതായ പ്രവാചകനോട് പാപം തേടുവാനോ പഠിപ്പിച്ചിട്ടുണ്ടോ? അതാണ് നാം നോക്കേണ്ടത്. ഇല്ല. അപ്പം അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ എന്താവുന്നു? അത് ബിദഅത്താണ് എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത കാര്യങ്ങൾ അനാചാരങ്ങളാവുന്നു. അനാചാരം ചെയ്ത് കഴിഞ്ഞാൽ അപകടം, ആ അമലുകളൊന്നും സ്വീകരിക്കില്ല. മാത്രമല്ല അനാചാരങ്ങളിലൂടെയാണ് ശിർക്ക് എത്തിപ്പെടുന്നത്. അത്തരത്തിൽ ശിർക്കുകളോടുകൂടി മരണപ്പെട്ടാലോ അവൻ്റെ അമലൊക്കെ തന്നെ അല്ലാഹുവിൻ്റെ ബാധ്യതയിൽ പോകും. അതുകൊണ്ട് അത്രയും ഭയങ്കരമായ അപകടത്തിലാണ് എത്തിച്ചേരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളെന്ത് വേണം? പണ്ഡിത പുരുഷന്മാരെ പിൻപറ്റാൻ പാടുള്ളതല്ല. നമ്മൾ പണ്ഡിത പുരുഷന്മാരെ കണ്ണടച്ച് പിൻപറ്റിയാൽ നമ്മൾ വഴിച്ചു പോകും. നമ്മളെന്ത് വേണം? പരിശുദ്ധ ഖുർആൻ അർത്ഥത്തോട് വായിച്ച് പഠിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകൾ പഠിച്ചറിഞ്ഞ് നബി സാഹിബ് ജീവിച്ച മാർഗം അതായിരിക്കണം നാം പിൻപറ്റേണ്ടത്. അതല്ലാതെ പണ്ഡിതന്മാരെ പിൻപറ്റിയാൽ നമ്മൾ വഴിച്ചു പോകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പണ്ഡിതന്മാരെ പിൻപറ്റുവാനായി നമ്മോട് കൽപ്പിച്ചിട്ടുമില്ല, ഖുർആനും കൽപ്പിച്ചില്ല. ഖുർആനും ഒക്കെ വിരോധിച്ചിരിക്കുകയാണ്. മഹാന്മാരെ എത്ര പണ്ഡിതന്മാരുണ്ട്, ഷാഫി ഇമാം, ഹനഫി ഇമാം, ഹംബലി ഇമാം, ഇമാമിങ്ങളെ നമ്മളെന്ത് ചെയ്യുന്നില്ല? പണ്ഡിതന്മാർ പ്രോത്സാഹിപ്പിക്കാൻ പറയുന്നില്ല, അവരും പറയില്ല. അവരൊക്കെ ബന്ദി പറഞ്ഞു ഇതാ സഹൽ ഹദീസ് ബഹു മദ്ഹബി, ഞങ്ങൾ എഴുതി വെച്ചൊന്നും നിങ്ങൾ സ്വീകരിക്കേണ്ട, ഹദീസ് സഹിയാണെങ്കിൽ അത് നിങ്ങൾ സ്വീകരിച്ചോളി, ഹദീസിനെ ഞങ്ങൾ സ്വീകരിക്കേണ്ടത്, ഞങ്ങളെ ഗ്രന്ഥങ്ങളെല്ലാം നിങ്ങൾ പിൻപറ്റേണ്ടതെന്നൊക്കെ ആദ്യകാല പണ്ഡിതന്മാരായ മദ്ഹബി ഇമാമിങ്ങൾ എഴുതി വെച്ചു. നമ്മളെന്ത് ചെയ്യുന്നു? ഹദീസ് പഠിക്കാതെ അവരെഴുതി വെച്ചത് ഇത് പിൻപറ്റാനാണ് നമ്മൾ അധികം ആളും തുടങ്ങിയിട്ടുള്ളത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, കുല്ലു ബനി ആദം ഖതാഉൻ, എല്ലാ മനുഷ്യർക്കും തെറ്റുപറ്റും, പണ്ഡിതന്മാർക്കും തെറ്റുപറ്റും. അപ്പോൾ ആ തെറ്റുപറ്റുന്ന പണ്ഡിതന്മാരെ പിൻപറ്റിയാൽ തെറ്റും ശരിയും നാം പിൻപറ്റേണ്ടി വരും. അപ്പോൾ വഴിച്ചു പോകും. അതുകൊണ്ട് എന്ത് വേണം? തെറ്റുപറ്റാത്ത പ്രവാചകനായിരിക്കണം നാം പിൻപറ്റേണ്ടത്. നബി സാഹിബ് ഏകോപിച്ച മാർഗം അതല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്? പൂർവ്വ സമൂഹം 72 പിരിഞ്ഞു, എൻ്റെ സമൂഹം 73 പിരിയും. അതൊന്നും മാത്രമാണ് സ്വർഗത്തിലേക്ക്. അപ്പം 73 സംഘം നമസ്കരിക്കും, നോമ്പ് നോക്കും, ഹജ്ജും സക്കാത്തും കൊടുക്കുന്നവരാണ്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമൂഹം. ഒന്ന് മാത്രമാണ് സ്വർഗത്തിൽ, ബാക്കി മുഴുവൻ നരകത്തിലേക്കാണെന്നാണ് പറഞ്ഞത്. 72 നരകത്തിലേക്കാണ്. ആ സ്വർഗത്തിൻ്റെ ആ അഹ്ലുകാരാണെന്ന് സാഹിബ് തന്നെ ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറുപടി നമ്മൾ അടിവരായിട്ട് മനസ്സിലാക്കുക. മാ അന അലൈഹി വഅസ്ഹാബി, ഞാനും എൻ്റെ സഹാബത്തും എപ്രകാരമാണോ അപ്രകാരം, ആ മാതൃക അത് നിങ്ങൾ സ്വീകരിക്കുക. ഖുർആൻ പറഞ്ഞു കദാലിക അപ്രകാരം ജഅൽനാക്കും, നിങ്ങളെ നാം ആക്കിയിരിക്കുന്നു. ആരാക്കിയിരിക്കുന്നു? സാഹിബന്മാരാക്കിയിരിക്കുന്നു. ഉമ്മത്തും വസത്ത, ഒരു മധ്യമ സമുദായമാക്കിയിരിക്കുന്നു. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷം ഇടയിൽ നമ്മൾക്കും ഇടയിലായിട്ട് മധ്യമ സമൂഹം, ഉത്തമ സമുദായം ആക്കിയിരിക്കുന്ന അർത്ഥമുണ്ട്. ഇതിനു വേണ്ടി ലിതകൂനു ശുഹദാ അലന്നാസ്, നിങ്ങൾ ജനങ്ങൾക്ക് മാതൃകാ സാക്ഷികളാകുവാൻ വേണ്ടി വയക്കൂർ റസൂലും എനിക്ക് ചെയ്ത, നിങ്ങൾ റസൂൽ സാക്ഷിയായിരിക്കും. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ സാക്ഷീകരിച്ച ജീവിതം സാഹിബന്മാർ അക്ഷീണമായി പകർത്തിയെടുത്ത്, അഭിപ്രായമില്ലാതെ പകർത്തിയെടുത്ത് അതെന്ത് ചെയ്തു? നബി സാഹിബ് ഉപയോഗിച്ച മാർഗം അതെന്ത് ചെയ്യുന്നു? വിട്ടേച്ച് പോയിരിക്കുന്നു. തറക്ക് ഫീക്കും അമ്രയിൻ, 2 കാര്യങ്ങൾ നിങ്ങൾ വിട്ടേച്ച് പോയിരിക്കുന്നു. അത് നിങ്ങൾ മുറിപ്പേക്ക് പിടിക്കുകയാണെങ്കിൽ ഒരിക്കലും നിങ്ങൾ വഴിച്ചു പോയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അതേതാവുന്നു? പരിശുദ്ധ ഖുർആനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശരീഅവും. അപ്പോൾ അതാണ് നമ്മൾ പിൻപറ്റേണ്ടത്. ഇല്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? വഴിച്ചു പോകും. അതാണോ നമ്മൾ ഷഹാദത്ത്, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരാധകൻ അല്ലാഹു അല്ലാ മറ്റാരുമില്ല എന്നും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു ദൂതനാണെന്നും മനസാ വാച കർമ്മണ എന്ത് ചെയ്തിരിക്കുന്നു? ഞാൻ സ്വീകരിച്ചിരിക്കുന്നു എന്ന് ആരോടെ പറഞ്ഞത്? അള്ളാഹുവിനോട് നമ്മൾ കരാർ ചെയ്യണം.
ആ സ്വീകരിച്ചു കഴിഞ്ഞാൽ ആ ഷഹാദത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്തായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചര്യയല്ലാതെ മറ്റൊരു ചര്യ നമുക്ക് എന്തല്ല പിൻപറ്റുവാൻ പാടുള്ളതല്ല. മറ്റൊരു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും മിസ്ൽ അംഫിൽ ജമൽ, ഉദാഹരണം പറയാണ്, കടിഞ്ഞാണിൻ്റെ ഒട്ടകത്തെ പോലെയാണ്. ഒരു കടിഞ്ഞാണിൻ്റെ ഒട്ടകം, ആ കടിഞ്ഞാൻ ആരുടെ കയ്യിലാണുള്ളത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ കയ്യിൽ. അപ്പോൾ നമ്മളെ കടിഞ്ഞാണൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ കയ്യിലായിരിക്കണം. എന്നാൽ ഖുർആൻ ഓതി ഇങ്ങാണ്ട് അതനുസരിച്ച് ജീവിക്കല്ല. അപ്പോൾ വഴിതെറ്റിപ്പോകും. അത് വിശ്വസിക്കുവാനാണ് ഖുർആൻ അനുസരിച്ച് നമ്മൾ ഓതി ആരെങ്കിലും പണ്ഡിതന്മാർ തഫ്സീർ എഴുതി വെച്ചാൽ അതിന് പിന്നാലെ പോരുത്. ഖുർആൻ്റെ തഫ്സീർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് പഠിപ്പിച്ചതെന്നുള്ളത്. ഇനി ഊത്തിത്തിൽ ഖുർആൻ മിസ്ലുമാകും, എനിക്ക് വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചിട്ടുണ്ട്, അത്ര വേറെ അവതരിപ്പിച്ചിട്ടുണ്ട്. അത് എന്താവുന്നു? വിശുദ്ധ ഖുർആൻ തഫ്സീറാണ്. അത് രണ്ട് ചെയ്യുന്നു, അള്ളാഹു തആല കാത്തു സൂക്ഷിക്കും എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് ഉറപ്പ് നൽകിയിട്ടുമുണ്ട്. ഖിയാമത്ത് നാൾ വരെ പരിശുദ്ധ ഖുർആനും സഹിഹ ഹദീസുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു? കാത്തു സൂക്ഷിക്കുമെന്ന് നമുക്ക് ഖുർആനിലൂടെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ എന്ത് വേണം? ആതാക്കും റസൂൽ ഫഹ്ദു, നബി സല്ലല്ലാഹു കൊണ്ടുവന്ന് അത് സ്വീകരിക്കുക. ഒമാൻ അഹാക്കും എന്തു ഫന്ദുഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചത് വിട്ടു നിൽക്കുക. അതിനെന്ത് വേണം? എന്തൊക്കെയാണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചിട്ടുള്ളത്, എന്തൊക്കെയാണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? ഖുർആൻ അർത്ഥത്തോട് വായിച്ച് പഠിച്ച് അത് തഫ്സീറിലൂടെ പഠിച്ച് മനസ്സിലാക്കണം. ഇല്ല എങ്കിൽ നമ്മളും ഗ്രന്ഥം ചുമക്കുന്ന കഴിവുകളെപ്പോലെ ആകും, വഴിച്ചു പോകും എന്നുള്ളതാണ് ചുരുക്കത്തിൽ നാം മനസ്സിലാക്കേണ്ടത്. നാളെ മരണപ്പെട്ട് കഴിഞ്ഞാൽ, നമ്മൾക്ക് മരണപ്പെട്ട് കഴിഞ്ഞാൽ ഖബറിൽ നിന്നും ഒന്നാമത് ചോദ്യം നമുക്കറിയാം, മൻ റബ്ബുക എന്നാണ്. മൻ ദീനുക രണ്ടാമത്. പിന്നീട് ചോദിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചാണ്, പിന്നെ ഇൽമിനെ സംബന്ധിച്ചാണ്. മാ ഇൽമുക, നിന്റെ ഇൽമ് എന്താവുന്നു? അപ്പോൾ ഖറഅതു കിതാബല്ലാഹ് ആമന്തു ബിഹി വസദ്ദഖതു ബിഹി എന്ന് നമ്മൾ മറുപടി പറയുമ്പോഴാണ് സ്വർഗ്ഗ കവാടം നമുക്ക് തുറന്നു വെച്ചിരിക്കുന്നത്. എന്തേ? ആദ്യത്തെ പാഠം എങ്ങനെ കൽപ്പന? യഖ്റ, വായിച്ചു പഠിക്കുക എന്നാണല്ലോ ഖുർആൻ്റെ ആദ്യത്തെ കൽപ്പന. വായിച്ചു പഠിക്കണം, ഖുർആൻ അർത്ഥത്തോട് വായിച്ചു പഠിക്കണം. അറബികൾക്ക് അറബി ആയതുകൊണ്ട് അർത്ഥത്തോട് വായിച്ചു പഠിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ്, നമ്മളെ ഭാഷയില്ലാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? യഖ്റ എന്ന് ഉള്ള കൽപ്പന വായിച്ചു പഠിക്കാനുള്ള കൽപ്പനയാണ്. 13 വർഷക്കാലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുർആൻ പഠിപ്പിക്കുകയായിരുന്നു, അത് തഫ്സീർ പഠിപ്പിക്കുകയായിരുന്നു. നമസ്കാരം പോലും 13ാമത്തെ വർഷമാണ് ഇസ്രാ മിറാജിലൂടെ നമുക്ക് നിർബന്ധമാക്കിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, ഇൽമ് പഠിക്കൽ നിർബന്ധമാണ് എന്ന് എല്ലാ ആണുമണ്ണുങ്ങൾക്കും എന്ന കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുകയുണ്ടായി. പിന്നെ പ്രാധാന്യം അത്തോട് വായിച്ച് പഠിക്കുക. എന്നെക്കൊണ്ട് സാധിക്കൂല, അത് കൂട്ടിയേ കൂടില്ല. നമുക്ക് പണ്ഡിതന്മാർ ഫത്വ കഴിച്ചു ഒരു പറയാൻ ജീവിക്കാം നമുക്ക് കരുതിയാൽ നമ്മൾ വഴിച്ചു പോകും എന്നുള്ളതാണ് ഇതുവരെ ഞങ്ങൾ പറഞ്ഞതിൻ്റെ ചുരുക്കം. അതുകൊണ്ട് നബിയെയും സാഹിബത്തിനെയാണ് നമ്മൾ എന്ത് ചെയ്തത്? പിൻപറ്റേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ മാതൃക, അന അലി ഹുസാബി, ഞാൻ എൻ്റെ സാഹിബത്ത് ചെയ്തൊരു മാർഗ്ഗത്തിലുള്ള ആ മാർഗ്ഗം, അതാണ് സ്വർഗത്തിലേക്കുള്ള മാർഗ്ഗം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചത്. ആ മാർഗ്ഗം നമ്മൾ എന്ത് ചെയ്യണം? പഠിക്കണം. അതെന്ത് ചെയ്യണം? മറ്റുള്ളവർ പ്രാർത്ഥിമാക്കണം, മറ്റുള്ളവർ പഠിപ്പിച്ചു കൊടുക്കണം. അങ്ങനെയുള്ളൊരു കൂട്ടത്തിൽ അള്ളാഹു നമ്മെല്ലാവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാകട്ടെ. ഇൻഷാ അല്ലാഹ് ഒരു ഹദീസ് പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. قال رسول الله صلى الله عليه وسلم إذا حكم الحاكم فاجتهد ثم أصاب فله أجران. ഒരു വിധികർത്താവ്, ഒരു പണ്ഡിതൻ, ഇജ്തിഹാദൊക്കെ ചെയ്യാൻ കഴിവുള്ള ഖുർആൻ ഹദീസൊക്കെ വീറുള്ള ഒരു പണ്ഡിതന് എന്ത് ചെയ്തു? മഹാപണ്ഡിതനാണ് അദ്ദേഹം. എന്ത് ചെയ്തു? അദ്ദേഹം ഒരു ഫത്വ ഇറക്കുകയുണ്ടായി ഒരു വിഷയത്തിൽ. അങ്ങനെ എന്ത് ചെയ്തു? ആ ഫത്വ ശരിയാണ് എന്ന് മനസ്സിലാക്കുക എങ്കിൽ അദ്ദേഹത്തിന് 2 പ്രതിഫലമുണ്ട്. നേരെ മറിച്ച് ഇത് ഹക്കമ ഫജ്തഹദ സുമ്മ അഖ്ത ഫലഹു അജ്റുൻ, അദ്ദേഹം എന്ത് ചെയ്തു? മറ്റൊരു കാര്യത്തിൽ ഫത്വ ഇറക്കി, ഇജ്തിഹാദ് ചെയ്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഗവേഷണ പ്രകാരം കിട്ടിയ ഉത്തരം അദ്ദേഹം രേഖപ്പെടുത്തി. പക്ഷേ യഥാർത്ഥത്തിൽ എന്ത് ചെയ്യും? അത് തെറ്റായിപ്പോയി. എങ്കിലും അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രതിഫലം അദ്ദേഹത്തിനുണ്ട് എന്നുള്ളതാണ്. അദ്ദേഹം തെറ്റായ കാരണം അദ്ദേഹം അതിനുവേണ്ടി പരിശ്രമിച്ചു, സമയം ചെലവഴിച്ചു, തെറ്റായിപ്പോയി. അപ്പം അതുകൊണ്ട് തന്നെയാണ് എന്ത് ചെയ്യാൻ പാടില്ല? അതാണ് പണ്ഡിതന്മാരെ പറ്റിയാൽ അവരെന്ത് ചെയ്യുന്നു? അവർക്ക് തെറ്റുപറ്റും, പണ്ഡിതന്മാർക്ക് വരെ തെറ്റുപറ്റും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരാണ്. അതുകൊണ്ട് അവർ പിൻപറ്റരുത്. കുല്ലു ബനി ആദം ഖത്താഉൻ, എല്ലാ മനുഷ്യന്മാരും തെറ്റുപറ്റും. തെറ്റുപറ്റുമെന്ന ഉത്തമന്മാർ പരിശോധിക്കുന്നവരാണ്. അവർ കേറ്റി മടങ്ങിയ ഇസ്തിഗ്ഫാർ ചെയ്തിട്ടുണ്ടാവും. നമ്മളെന്ത് ചെയ്താൽ അറിയാതെ. എന്നിട്ട് അവർ പറഞ്ഞു, അതാണ് ഇദാ സഹൽ ഹദീസു വഹു മദ്ഹബി. എന്നാൽ പറയാൻ കാരണം എന്താ?
ഹദീസ് ശരിയായി കിട്ടിയിരുന്നെങ്കിൽ അതാ എൻ്റെ മദ്ഹബ്. അതിങ്ങനെ വിധിക്ക് പ്രത്യേകിച്ച് ഖിയാമത്ത് പിന്നാലെ കൂടരുത്. അതിനുള്ള സഹീഹ് ഹദീസുകൾ എന്ത് ചെയ്യാൻ കണ്ടെത്തണം. അതാണ് എൻ്റെ മദ്ഹബ് എന്നല്ലാണ്ട് ഞാൻ എഴുതി വെച്ചതോ എൻ്റെ ഫത്വകളൊന്നുമല്ല. എനിക്കും തെറ്റ് പറ്റും, പണ്ഡിതന്മാർക്കൊക്കെ തെറ്റ്, മനുഷ്യന്മാർക്കൊക്കെ തെറ്റ് പറ്റും. തെറ്റ് പറ്റാത്ത ആരേ ഉള്ളൂ? മലക്കുകൾ. പറ്റുമായിരുന്ന ആരാ? പ്രവാചകന്മാർ. നമ്മളെ പ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തെറ്റ് പറ്റൂല. കാരണം മാതൃകയായി ജീവിക്കേണ്ട അവരാണല്ലോ അവർ. അത് തെറ്റ് പറ്റിയാൽ നമ്മളൊക്കെ പ്രവർത്തനം തെറ്റിപ്പോകുമല്ലോ. അതുകൊണ്ട് തെറ്റ് പറ്റാത്ത പ്രവാചകനെ അല്ലാതെ നമ്മൾക്ക് ആരും പിൻപറ്റാൻ പാടുള്ളതല്ല എന്നുള്ള കാര്യമാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് നിങ്ങൾ സ്ഥിതിയിൽപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചര്യയിൽ പഠിച്ചറിഞ്ഞുകൊണ്ട്, വിശുദ്ധ ഖുർആൻ അതോട് പഠിച്ചറിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചര്യയിൽ പഠിച്ചറിഞ്ഞുകൊണ്ട് നബി സാഹിബ് ലഭിച്ച മാർഗം ജീവിതത്തിൽ പ്രാപ്തമാക്കി അത് മറ്റുള്ളവർ പഠിപ്പിച്ചു കൊടുക്കുന്ന സത്യവിശ്വാസികളുടെ കൂടുതൽ അല്ലാഹു നമ്മെ എല്ലാവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. اللهم إنا نسألك من خير ما سألك نبيك محمد صلى الله عليه وسلم، نعوذ بك من شر ما استعاذ منه نبيك محمد صلى الله عليه وسلم. أنت المستعان وعليك البلاغ، لا حول ولا قوة إلا بالله. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. رب زدنا علما، رب زدنا علما، رب زدنا علما. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. അല്ലാഹുവേ, ഞങ്ങൾ ഒരുപാട് പ്രയാസങ്ങൾ, ഞെരുക്കങ്ങൾ, രോഗങ്ങളുണ്ട്, കടങ്ങളുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്. ഞങ്ങളോട് ദുആക്ക് വസിയത്ത് ചെയ്തവരുണ്ട്. ആർക്കും ഞങ്ങൾക്കോ തന്നെ പ്രയാസങ്ങൾ, ഞെരുക്കൽ, ഇഹപരമായ പ്രയാസങ്ങൾ, ഞെരുക്കിൽ നിന്ന് നീ രക്ഷ നൽകണമേ തമ്പുരാനെ. തൗഹീദോട് ചോദ്യയോട് മരിക്കുവാൻ നീ ഞങ്ങൾക്ക് തൗഫീദ് നൽകണമേ. ഖുർആൻ ഹദീസ് നീ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തരണമേ തമ്പുരാനെ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സുബ്ഹാന റബ്ബികൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസ്സലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.